ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോ സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെറ്റ്സിൻ്റെ ലാസ്റ്റ് സെക്ഷനാണ്. നമ്മൾ ആ ചാപ്റ്റർ ഫുള്ളായിട്ട് ഇതിന് മുന്നേ ഉള്ള എല്ലാ സെക്ഷൻസും വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ പോയി കാണണം. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് സെക്ഷനാണ്, 1.12 സെക്ഷനാണ്. പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓൺ യൂണിയൻ ആൻഡ് ഇൻ്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ്. എന്ന് വെച്ചാൽ നമ്മൾ യൂണിയൻ എന്തോ ആണ്, ഇൻ്റർസെക്ഷൻ എന്തോ ആണ്, കോംപ്ലിമെൻ്റ് എന്തോ ആണ്, അങ്ങനെയുള്ള കുറേ പ്രോപ്പർട്ടീസ് പഠിച്ചു. അപ്പോൾ ഈ പ്രോപ്പർട്ടീസൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയണമല്ലോ. അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഈ ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. യൂണിയൻ വെച്ചിട്ടും ഇൻ്റർസെക്ഷൻ വെച്ചിട്ടും ഒക്കെ സാധാ രീതിയിൽ വരുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആ സെക്ഷൻ്റെ പേരാണ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓൺ യൂണിയൻ ആൻഡ് ഇൻ്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ്. ഇതിന് മുന്നേ നമുക്ക് 2 ഇക്വേഷൻ പഠിക്കണം. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് സെറ്റ്സിനകത്ത് മാത്രമല്ല, ഇനി അങ്ങോട്ട് വരുമ്പം +1 +2 പ്രോബബിലിറ്റി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ആ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തൊക്കെ വളരെ അത്യാവശ്യമായിട്ട് വരുന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതാണ് ഞാനിപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. എയും ബിയും 2 സെറ്റാണ്, ഫൈനൈറ്റ് സെറ്റാണ്. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അതിനകത്തെ നമ്പർ ഓഫ് എലമെൻസിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും. അങ്ങനെയുള്ള 2 സെറ്റാണ് ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും. എങ്കിൽ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ യൂണിയൻ ബി. എയ്ക്കകത്തും ബിക്കകത്തും കൂടെ മൊത്തത്തിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ചെയ്താൽ മതി. എന്ന് വെച്ചാൽ എന്തുവാ? എ യൂണിയൻ ബിക്കകത്ത് മൊത്തത്തിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എയ്ക്കകത്തുള്ള മൊത്തം എലമെൻറ്റ്സും എത്ര എലമെൻറ്റ്സ് ഉണ്ടോ ആ ഒരു എണ്ണവും ബിക്കകത്ത് മൊത്തം എത്ര എലമെൻറ്റ്സ് ഉണ്ടോ ആ എണ്ണവും കൂടെ കൂട്ടിയതിന് ശേഷം രണ്ടിനകത്തും കോമൺ ആയിട്ട് കുറച്ച് എലമെൻറ്റ്സ് കാണുമല്ലോ, അത് എത്ര എണ്ണം ഉണ്ടോ അതിൻ്റെ എണ്ണം കുറയ്ക്കണം. അതാണ് എ യൂണിയൻ ബിക്കകത്ത് ടോട്ടലായിട്ട് എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒന്നും കൂടെ ഓർത്ത് വെച്ചോ. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ യൂണിയൻ ബി, അതാണ് എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതിയേക്കുന്നത്. എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് സെറ്റിനകത്ത് മാത്രമല്ല പ്രോബബിലിറ്റിക്കകത്തൊക്കെ ആവശ്യം വരുന്ന ഇക്വേഷനാണ്. ഇനി ഇവിടുത്തെ കേസ് നോക്കിക്കേ. രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ 5 ആയി പോകുവാണെങ്കിലോ, 2 സെറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ 5 ആകുവാണെങ്കിൽ അത്തരത്തിലുള്ള സെറ്റ്സിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. അത് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. 2 സെറ്റുണ്ട്. ആ 2 സെറ്റിൻ്റെയും ഇൻ്റർസെക്ഷൻ, അതായത് അതിന് രണ്ടിനും കോമൺ ആയിട്ട് പോയിൻറ്റ്സ് ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എന്ന് വിളിക്കും. സോ എയും ബിയും ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണെങ്കിൽ, അതായത് എ ഇൻ്റർസെക്ഷൻ ബി 5 ആണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ഈ ഒരു ടേം 0 ആയി പോകും. സോ അതെങ്ങനെയാവും? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ബി. ഇതായിരിക്കും എൻ ഓഫ് എ യൂണിയൻ ബി, എ ഇൻ്റർസെക്ഷൻ ബി 5 ആവുന്ന കേസിനകത്തുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. അതിനകത്ത് ഇത് 0 ആയി പോവുകയാണെങ്കിൽ ഈ 3 ടേം മാത്രമേ കാണത്തുള്ളൂ എന്ന് ഓർത്താൽ മതി. ഇനി ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. 3 സെറ്റിൻ്റെ യൂണിയൻ വരുമ്പം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ബി പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് സി. 3 സെറ്റിലെ എലമെൻറ്റ്സ് കൂട്ടിയതിന് ശേഷം ഓരോന്നിനകത്തും ഇൻ്റർസെക്ഷന് വരുന്ന എലമെൻറ്റ്സ് കുറയ്ക്കണം. മൈനസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ഇൻ്റർസെക്ഷൻ സി. ഓരോ 2 സെറ്റിനകത്തും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് കുറച്ചതിന് ശേഷം അവസാനം 3ലും ഇൻ്റർസെക്ഷന് വരുന്ന പോയിൻറ്റ്സ് കൂട്ടണം. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. അപ്പോൾ എന്താണ്? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ബി പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് സി മൈനസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി. ഇത് മൈനസ് ആണ്. മൈനസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേനും ഇക്വേഷൻ കുറച്ചും കൂടെ ഫെമിലിയർ ആവും. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടെക്സ്റ്റിനകത്തുള്ള എക്സാമ്പിൾ 23 ആണ്. ഇഫ് ക്യാപിറ്റൽ എക്സ് ആൻഡ് ക്യാപിറ്റൽ വൈ ആർ 2 സെറ്റ് സച്ച് ദാറ്റ് എക്സ് യൂണിയൻ വൈ ഹാസ് 50 എലമെൻറ്റ്സ്. X has 28 elements and Y has 32 elements. How many elements does X intersection Y have? എന്ത് ചോദിച്ചേക്കുന്നത്? എക്സും വൈയും 2 സെറ്റാണ്. എക്സ് യൂണിയൻ വൈക്കകത്ത് 50 എലമെൻസും എക്സിനകത്ത്
28 എലമെൻസും വൈക്കകത്ത് 32 എലമെൻസും ഉണ്ട് എങ്കിൽ എക്സ് ഇൻ്റർസെക്ഷൻ വൈക്കകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എങ്ങനെ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുമെന്ന് നോക്കാം. ഈ ഒരു സെക്ഷനകത്തുനിന്ന് ചോദിക്കുന്ന പ്രോബ്ലംസ് എല്ലാം എങ്ങനെയാണ്, നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നെ ഈ ഇക്വേഷനകത്ത് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കാണും. ഏതെങ്കിലും ഒരു ടേം മാത്രം ആബ്സെൻ്റ് ആയിരിക്കും. അതായിരിക്കും ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനോ അല്ലെങ്കിൽ ഈ ഇക്വേഷനോ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. എക്സും വൈയും 2 സെറ്റ്സ് ആണ്. എക്സ് യൂണിയൻ വൈക്കകത്ത് 50 എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എക്സ് യൂണിയൻ വൈ അല്ലേ തന്നേക്കുന്നത്. സോ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എക്സ് യൂണിയൻ വൈ ഈസ് ഈക്വൽ ടു 50. അടുത്ത് പറഞ്ഞേക്കുന്നത് എന്തുവാ? എക്സ് ഹാസ് 28 എലമെൻറ്റ്സ്. സോ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 28. നെക്സ്റ്റ് വൈ ഹാസ് 32 എലമെൻറ്റ്സ്. സോ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു 32. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? ഹൗ മെനി എലമെൻറ്റ്സ് ഡസ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഹാവ്? എക്സ് ഇൻ്റർസെക്ഷൻ വൈക്കകത്ത് എത്ര എലമെൻ്റ് ഉണ്ടെന്ന്. അപ്പോൾ അതെങ്ങനെ എഴുതണം? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻ എഴുതാം. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എക്സ് യൂണിയൻ വൈയുടെ ഇക്വേഷൻ നമുക്കറിയാം. എന്തെന്നാ? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എക്സ് പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് വൈ മൈനസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ എന്ന് വെച്ചാൽ എക്സ് യൂണിയൻ വൈയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എത്ര? 50. അപ്പോൾ അതിട്ട് കൊടുക്കുക. 50 ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എക്സ് എത്ര? 28 പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ 32 മൈനസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അത് അവിടെ അതുപോലെ തന്നെ എഴുതാം. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ. നോക്കിക്കാൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതല്ലേ? ഇതിൻ്റെ സൈൻ മൈനസാണ്. സോ ഈ മൈനസ് സൈൻ ആയതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് പോസിറ്റീവ് ആക്കാം. അതിനുവേണ്ടി നമുക്ക് അതിനെ ഇനി ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ നമുക്കറിയാം ഒരു ഇക്വേഷൻ്റെ LHSO RHSO ആണ്. ഒരു ഈക്വൽ സൈനിൻ്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിനകത്തോട്ടോ ഒരു ടേം മാറുവാണെങ്കിൽ അതിൻ്റെ സൈൻ മാറും. സോ ഈ മൈനസ് ഇപ്പുറത്ത് വരുമ്പോഴത്തേനും പ്ലസ് ആവും. സോ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഈസ് ഈക്വൽ ടു 28 പ്ലസ് 32. ഈ 50 അങ്ങ് റൈറ്റിൽ പോകുമ്പോൾ എന്തെന്നാവും? മൈനസ് 50 എന്നാവും. ക്ലിയർ ആയോ? നമുക്ക് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈയെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിനെ മാത്രം റൈറ്റിൽ കൊണ്ടുവന്നു, അതിനെ മാത്രം ലെഫ്റ്റിൽ കൊണ്ടുവന്ന് ബാക്കി എല്ലാത്തിനെയും റൈറ്റിലോട്ട് മാറ്റി. നോക്കിക്കേ, 28 പ്ലസ് 32 എന്ന് പറയുമ്പോഴത്തേനും എത്ര കിട്ടും? 28 പ്ലസ് 32 ആകുമ്പോഴത്തേനും 8 2 10 3 16 കിട്ടും. 60 മൈനസ് 50 ആകുമ്പോഴോ 10 കിട്ടത്തില്ലേ? സോ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് 60 50 പോയപ്പോഴത്തേനും 10 എന്ന് കിട്ടി. അപ്പം എക്സ് ഇൻ്റർസെക്ഷൻ വൈ രണ്ടിനും കോമൺ ആയിട്ട് 10 എലമെൻറ്റ്സ് കാണും. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ എല്ലാം ഉള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. എക്സാമ്പിൾ 24. In a school, there are 20 teachers who teach mathematics or physics. Of these, 12 teach mathematics and 4 teach both physics and mathematics. How many teach physics? എന്തെന്നാ പറഞ്ഞേക്കുന്നത്? ഒരു സ്കൂളിൽ 20 ടീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെ പഠിപ്പിക്കും? അവർ മാത്സും പഠിപ്പിക്കും ഫിസിക്സും പഠിപ്പിക്കും. മൊത്തത്തിൽ 20 ടീച്ചേഴ്സാണുള്ളത്, മാത്സിനും ഫിസിക്സിനും കൂടി. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. കണ്ടോ? ഓറ് കണ്ടോ? മാത്സോ ഫിസിക്സോ പഠിപ്പിക്കും. അതായത് മാത്സ് പഠിപ്പിക്കുന്നവരും ഫിസിക്സ് പഠിപ്പിക്കുന്നവരോട് കൂടെ മൊത്തത്തിൽ 20 ടീച്ചേഴ്സ് ഉണ്ട്. ഓഫ് ദീസ്, അതിൽ 12 ടീച്ച് മാത്തമാറ്റിക്സ്, അതിൽ 12 പേര് കണക്ക് പഠിപ്പിക്കും. 4 ടീച്ച് ബോത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്, 4 പേര് ഫിസിക്സും പഠിപ്പിക്കും മാത്സും പഠിപ്പിക്കും. ഹൗ മെനി ടീച്ച് ഫിസിക്സ് എങ്കിൽ ഫിസിക്സ് മാത്രം പഠിപ്പിക്കുന്ന എത്ര പേരുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ മുന്നേ ആണെങ്കിൽ കണ്ടോ, എക്സിനകത്ത് ഇത്ര എലമെൻറ്റ്സ് വൈക്കകത്ത് ഇത്ര എലമെൻറ്റ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫിസിക്സ് പഠിപ്പിക്കുന്നവർ മാത്സ് പഠിപ്പിക്കുന്നവർ അങ്ങനെയല്ലേ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ഓരോന്നിനെ നമുക്ക് ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റ് കൊണ്ടൊന്ന് നോട്ടേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് സൊല്യൂഷൻ തുടങ്ങാം. സൊല്യൂഷൻ റെപ്രസെൻറ്റേഷൻ ഒന്ന് മാറ്റാം. അതായത് മാത്സ് പഠിപ്പിക്കുന്ന ആളെ നമുക്ക് എം എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, ഫിസിക്സ് പഠിപ്പിക്കുന്ന ആളെ നമുക്ക് പി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. മാത്സിൻ്റെ ഫസ്റ്റ് ലെറ്ററും ഫിസിക്സിൻ്റെ ഫസ്റ്റ് ലെറ്ററും അങ്ങ് എടുത്തതന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. ലെറ്റ് ക്യാപിറ്റൽ എം ഡിനോട്ട് എന്താ? ഫിസിക്സ് പഠിപ്പിക്കുന്നവരല്ലേ. ക്യാപിറ്റൽ എം ഡിനോട്ട് ദ സെറ്റ് ഓഫ് ടീച്ചേഴ്സ് who teach mathematics. ആൻഡ് ക്യാപിറ്റൽ പി യെ നമുക്ക് ഫിസിക്സ് എന്ന് എടുക്കാം. ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ക്യാപിറ്റൽ പി ഡിനോട്ട്
The set of teachers who teach physics. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ മാത്സ് പഠിപ്പിക്കുന്നവരെയും ക്യാപിറ്റൽ പി എന്ന് പറഞ്ഞാൽ ഫിസിക്സ് പഠിപ്പിക്കുന്നവരെയായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്ത്. ഇനി നമുക്ക് ഈ ഒരു ലെറ്റേഴ്സ് വെച്ച് നോക്കാം. 20 എന്ന് പറഞ്ഞാൽ എന്തുവാ? മാത്സ് പഠിപ്പിക്കുന്നവരും ഉണ്ട്, ഫിസിക്സ് പഠിപ്പിക്കുന്നവരും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഓർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഓർ എന്ന് പറഞ്ഞാൽ യൂണിയനും ആൻഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷനുമാണ്. ആ ഒരു രണ്ട് ഓപ്പറേഷൻസിനെ ഡിനോട്ട് ചെയ്യാനുള്ള വേർഡ്സാണ് ഓറും ആൻഡും എന്ന് ഞാനത് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓർ എന്ന് പറഞ്ഞാൽ എന്തോ മാത്സോ ഫിസിക്സോ പഠിപ്പിക്കുന്നവരെന്ന് പറഞ്ഞാൽ യൂണിയൻ. യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എക്കകത്തെ എലമെൻസും ബിക്കകത്തെ എലമെൻസും. അപ്പം ഇവിടെ എം യൂണിയൻ പി എന്ന് പറഞ്ഞാൽ എമ്മിനകത്ത് എലമെൻസും പിക്കകത്ത് എലമെൻസും എന്ന് പറഞ്ഞാൽ മാത്സ് പഠിപ്പിക്കുന്നവരും ഫിസിക്സ് പഠിപ്പിക്കുന്നവരും രണ്ടും കൂടെ വരത്തില്ലേ? സോ നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഓഫ് എം യൂണിയൻ പി. മാത്സ് പഠിപ്പിക്കുന്നവരും ഫിസിക്സ് പഠിപ്പിക്കുന്നവരുടെ മൊത്തത്തിൽ എത്ര പേരുണ്ട്? 20 പേരുണ്ട്. അതിൽ മാത്സ് മാത്രം പഠിപ്പിക്കുന്നവരുടെ പേര് എത്ര പറഞ്ഞേക്കുന്നത്? 12 പേര്. സോ എൻ ഓഫ് എം ഈസ് ഈക്വൽ ടു 12. ഇനി രണ്ട് വിഷയം പഠിപ്പിക്കുന്നവരുണ്ടല്ലോ, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റർസെക്ഷൻ അല്ലേ? നോക്കിക്കേ, ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. ഈ ആൻഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷനെ സൂചിപ്പിക്കും. ഓറ് യൂണിയനെ ആകുമ്പം ആൻഡ് ഇൻ്റർസെക്ഷനെ. സോ എം ഇൻ്റർസെക്ഷൻ പി ഈസ് ഈക്വൽ ടു, ഇതെല്ലാം ഒരേ എം ആണേ, ഇത് ചെറിയ എം അല്ല, എല്ലാം ക്യാപിറ്റൽ എം ആണ്. നമ്മൾ ക്യാപിറ്റൽ എം അല്ലേ എടുത്തേക്കുന്നത്. എം ഈസ് ഈക്വൽ ടു 4. ഇൻ്റർസെക്ഷനിൽ വരുന്നത് 4 എലമെൻറ്റ്സ് ആണ്. ഇനി നമ്മുടെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്തുവാ? എം യൂണിയൻ പി ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബിക്ക് വരെ എം യൂണിയൻ പി ആയെന്നേ ഉള്ളൂ. എൻ ഓഫ് എം പ്ലസ് എൻ ഓഫ് പി മൈനസ് എൻ ഓഫ് എം ഇൻ്റർസെക്ഷൻ വൈ അല്ല പി ആണ്. എം ഇൻ്റർസെക്ഷൻ പി വിച്ച് ഈസ് ഈക്വൽ ടു എം യൂണിയൻ പി എന്ന് പറഞ്ഞാൽ 20, എം എന്ന് പറഞ്ഞാൽ 12, പി നമുക്കറിയത്തില്ല, അത് അതുപോലെ എഴുതാം. അറിയാത്ത കാര്യം അതുപോലെ എഴുതിയാൽ മതി. എം ഇൻ്റർസെക്ഷൻ പി എന്ന് പറഞ്ഞാൽ 4. ഇനി നമുക്ക് ഇതല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് പോസിറ്റീവ് സൈനാ, സോ ഇത് ഇവിടെ കിടക്കട്ടെ. ഈ ബാലൻസ് ഉള്ളതിനെല്ലാം നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. സോ 20 മൈനസ് 12 പ്ലസ് 4 ഈസ് ഈക്വൽ ടു എൻ ഓഫ് പി എന്ന് കിട്ടി. 20 12 പോകുമ്പോഴത്തേനും എത്ര കിട്ടും? 8 കിട്ടും. 8 പ്ലസ് 4 വീണ്ടും 12 എന്ന് തന്നെ കിട്ടും. സോ 12 ഈസ് ഈക്വൽ ടു എൻ ഓഫ് പി. അതായത് മാത്സ് പഠിപ്പിക്കുന്നവർ 12 പേരാകുമ്പം ഫിസിക്സ് പഠിപ്പിക്കുന്നവരെ നമുക്ക് 12 പേരെന്ന് തന്നെ കിട്ടി അല്ലേ? 20 12 പോയി, പിന്നെ 4 കൂട്ടുമ്പോഴത്തേനും 12 കിട്ടും. സോ നമ്പർ ഓഫ് പി ഈസ് ഈക്വൽ ടു 12. ഇനി നമ്മളത് എക്സ്പാൻഡ് ചെയ്ത് തരാം. പി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫിസിക്സ് പഠിപ്പിക്കുന്നവർ. സോ 12 ടീച്ചേഴ്സ്, 12 ടീച്ചേഴ്സ് എന്ത് പഠിപ്പിക്കും? ഫിസിക്സ് പഠിപ്പിക്കും. 12 ടീച്ചേഴ്സ് ടീച്ച് ഫിസിക്സ്. ഫിസിക്സ് പഠിപ്പിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 12 എണ്ണമാണ്. ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ 25. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ പോസ് ചെയ്ത് ഒന്നുകൂടെ കാണുമ്പോഴത്തേനും ക്ലിയർ ആവും. ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് പറയുന്നത്. In a class of 35 students, 24 like to play cricket, 60 like to play football. Also, each student likes to play at least one of the two games. How many students like to play both cricket and football? എന്തു പറഞ്ഞേക്കുന്നേ? ഒരു 35 സ്റ്റുഡൻസിനകത്ത് 35 പേരുള്ള ഒരു കൂട്ടം സ്റ്റുഡൻസ് ഉണ്ട്, 35 പേര്. അതിനകത്ത് 24 പേർക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടം, 16 പേർക്ക് ഫുട്ബോൾ കളിക്കാനാണ് ഇഷ്ടം. അതുമാത്രമല്ല, ഈച്ച് സ്റ്റുഡൻറ്റ് ലൈക്സ് ടു പ്ലേ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ടു ഗെയിംസ്. ഓരോ സ്റ്റുഡൻറ്റും ഈ 2 ഗെയിമിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും കളിക്കും. മൊത്തത്തിൽ 35 പേരുണ്ട്. 24 പേര് ക്രിക്കറ്റ് കളിക്കും, 16 പേര് ഫുട്ബോൾ കളിക്കും. ഓരോ സ്റ്റുഡൻറ്റും ഒരാൾ പോലും ഒന്നും കളിക്കാതിരിക്കത്തില്ല. എല്ലാവരും കുറഞ്ഞത് ക്രിക്കറ്റോ അല്ലെങ്കിൽ ഫുട്ബോളോ കളിക്കും. ഹൗ മെനി സ്റ്റുഡൻസ് ലൈക്ക് ടു പ്ലേ ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ? രണ്ടും കളിക്കുന്നവരുടെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പോൾ തന്നെ അറിയാലോ, ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കണം. ഇത് നമുക്ക് മുന്നത്തെ പോലെ എന്തെങ്കിലും ഒരു ലെറ്റർ കൊണ്ട് ഇംഗ്ലീഷ് ആൽഫബറ്റ് കൊണ്ടൊന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ട് എഴുതാം. സൊല്യൂഷൻ എ എന്നോ ബി എന്നോ എക്സ് എന്നോ വൈ എന്നോ എന്ത് വേണമെങ്കിലും എടുക്കാം. നമുക്ക് എക്സ് എന്ന് എടുക്കാം. ലെറ്റ് capital X B the set of students like to play cricket കൊടുക്കാം. The set of students who like to play cricket. And capital Y be the set of students
Who like to play football? Who like to play football? ഇനി എക്സ് യൂണിയൻ വൈ എന്ന് പറഞ്ഞാൽ എന്തുവാ? രണ്ടുപേരും കുറഞ്ഞത് ഏതെങ്കിലും ഒരു ഗെയിമെങ്കിലും കളിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സ് യൂണിയൻ വൈക്കകത്ത് എലമെൻറ്റ്സ് ആണ് 35 മൊത്തത്തിലുള്ള പിള്ളേരുടെ എണ്ണം എന്ന് പറയുന്നത്. സോ നമുക്കിനി എഴുതാം എൻ ഓഫ് എക്സ് യൂണിയൻ വൈ എന്ന് പറഞ്ഞാൽ എന്തുവാ? മൊത്തത്തിൽ എത്ര പേരുണ്ട്? 35 പേര്. അതിൽ 24 പേര് എന്താ 24 പേരെന്ന് പറയുന്നത് ക്രിക്കറ്റ് കളിക്കുന്നവരാണ്. സോ എൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 24. എൻ ഓഫ് വൈ തന്നിട്ടുണ്ടോ? ഫുട്ബോൾ മാത്രം കളിക്കുന്നവരുടെ എണ്ണം തന്നിട്ടുണ്ടോ? ഉണ്ട്. എത്ര? 16. സോ എൻ ഓഫ് വൈ ഈസ് ഈക്വൽ ടു 16. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ കണ്ടുപിടിക്കണം. നമുക്ക് പഴയ ഇക്വേഷൻ തന്നെ ഇട്ട് കൊടുക്കാം. വി ഹാവ് n of x union y is equal to n of x plus n of y minus n of x intersection y. So x union y യുടെ സ്ഥാനത്ത് 35ഉം എക്സിൻ്റെ സ്ഥാനത്ത് 24 പ്ലസ് 16 മൈനസ് n of x intersection y. ഇതിനെ അങ്ങ് ലെഫ്റ്റിൽ കൊണ്ടുവരുമ്പം n of x intersection y is equal to 24 plus 16 മൈനസ് 35. 24 16 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 40 കിട്ടത്തില്ലേ? 40 മൈനസ് 35 എന്ന് വരും. 40 മൈനസ് 35 എത്ര? വിച്ച് ഈസ് ഈക്വൽ ടു 5. സോ എക്സ് ഇൻ്റർസെക്ഷൻ വൈക്കകത്ത് 5 കിട്ടി. അതായത് ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്നവർ, 2 ഗെയിമും കളിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 5 ആണ്. എന്ന് പറഞ്ഞാൽ എന്തെഴുതാം? 5 സ്റ്റുഡൻസ് ലൈക്സ് 5 students like to play 5 students like to play both football and game cricket. Both football and cricket. ക്ലിയർ ആയോ? നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക. പിന്നെ ഇങ്ങനെയുള്ള വലിയ വലിയ ടേംസ് ആണെങ്കിൽ നമ്മൾ നൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഏതെങ്കിലും ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നേക്കുന്നത് എന്തൊക്കെയാണോ അത് എടുത്തെഴുതുക. തരാത്തത് എന്താണോ കണ്ടുപിടിക്കാനുള്ളത് അതിൻ്റെ അവിടെ ആ ഒരു ടേം അതുപോലെ എഴുതി ചെയ്യുക. എന്നിട്ട് അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ബാക്കി തന്നേക്കുന്ന ഡേറ്റാസിനെ അറേഞ്ച് ചെയ്ത് എഴുതുക. അത്രയേ ഉള്ളൂ. ഈസിയാണ് ഈ ഒരു തരത്തിലുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത്. പിന്നെ ബാലൻസ് ഇനിയും കുറച്ച് പ്രോബ്ലംസും കൂടെ ഉണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഒരു എക്സസൈസും കൂടെ ഉണ്ട്. അതുകൊണ്ട് ആകുമ്പോഴത്തേനും ഈ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാലൻസ് നെക്സ്റ്റ് വീഡിയോ ഇതിൻ്റെ ബാലൻസുമായിട്ട് ഞാൻ ഇതിൻ്റെ ബാലൻസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൂടെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.